ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കലയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് കല, സാംസ്കാരികം, സാഹിത്യം മേഖലകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ PSCയിൽ ചോദിക്കാറുണ്ട്. അതിൽ നിന്ന് കലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഡബിൾ ടാസ്ക് ആണ്. എന്നും ഓരോ ക്വസ്റ്റ്യൻസിനായിരിക്കും നിങ്ങൾക്ക് ചോദ്യം തന്നിട്ട് ഉത്തരം പറയാൻ പറയുന്നത്. ഇന്ന് 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിരുന്നത് മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതായിരുന്നു എന്നായിരുന്നു. അതിൻ്റെ ഉത്തരം നൃത്തം എന്നുള്ളതാണ്. ആദ്യത്തെ സൈബർ നോവൽ മലയാളത്തിലെ നൃത്തമാണ്. അത് M. മുകുന്ദനാണ് രചിച്ചത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മാവേലി നാട് വാണിടും കാലം എന്ന ഓണപ്പാട്ട് രചിച്ചത് ആര്? നമ്മൾ ആ പാട്ട് ഒത്തിരി കേട്ടിട്ടുള്ളതാണല്ലേ, പക്ഷേ അതാരാണ് രചിച്ചതെന്ന് അത്ര അറിവില്ല. ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് രചിച്ചത്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഇനി ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത്, ജലത്തിലെ പൂരം ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. അയ്യങ്കാളി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ഏത് കായലിലാണ്? വെള്ളായണി കായലിലാണ് നടക്കുന്നത്. അടുത്തത്, മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ്? സംരംഭം മലയാള ഭാഷയും സംസ്കാരത്തെയും പ്രചരിപ്പിക്കുന്നതിനായിട്ട് ആഗോളതലത്തിൽ, അത് മലയാളം മിഷനാണ്. അടുത്തത്, കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂരിലാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഇനി തുഞ്ചൻ സ്മാരകം അതെവിടെയാണ്? തിരൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കുഞ്ചൻ സ്മാരകം അത് കിള്ളിക്കുറിച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം കുഞ്ചന്റെ മാംഗല്യം കിള്ളിക്കുറിച്ചിയിലായിരുന്നു എന്നോർത്ത് വെച്ചാൽ കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിച്ചി എന്ന് നമുക്ക് ഓർത്തു വെക്കാനായിട്ട് സാധിക്കും. കിള്ളിക്കുറിച്ചി മംഗലത്തിലാണെന്ന് ഓർത്തു വെക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്? കുഞ്ചന്റെ മാംഗല്യം കിള്ളിക്കുറിച്ചിയിൽ ആയിരുന്നു എന്ന് ഓർത്തു വെച്ചാൽ മതി. അടുത്തത്, കന്യാകുമാരിയിലെ ശാസ്താംകോവിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് കണ്ടുപിടിക്കുക. കന്യാകുമാരിയിലെ ശാസ്താംകോവിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ്. നെക്സ്റ്റ് വൺ, കഥകളിയിലെ സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ചത് ആര്? കണ്ടുപിടിക്കുക, കമന്റ് ചെയ്യുക.